ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അസൂസിന്റെ കൂടെ നാച്ചേഴ്സ് കിച്ചണാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മലപ്പുറം എടേടി കാളിക്കാവ് ഹിമയിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു വൃദ്ധസദനം ഉണ്ട്, നമ്മളെ ഫ്രണ്ട്സിൽ അവിടെ കാത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടത്തേക്കാണ് പോകുന്നത്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് വരാം. അവിടുത്തെ വിശേഷമായിട്ട് വരാം കേട്ടോ. എല്ലാവരും ഫുള്ളായിട്ട് കാണാം. അങ്ങനെ നമ്മളിതാ കാളിക്കാവ് ഹിമയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് ഒരുപാട് ഫ്രണ്ട്സുകളെല്ലാം കണ്ട്, അതുപോലെ ഇതാ മാനു കണ്ട്, ബുള്ളറ്റ് മാനു വായി, അങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ. അവരോട് ഇങ്ങനെ സംസാരിക്കുന്ന വീഡിയോയിൽ വീഡിയോ വൈറലായ മറ്റേ വൈദ ഞാനിപ്പോ വൈറലായിട്ടുള്ളൂ. എന്താ അൻസിബ് പറയണ മുൻ MLA നെയ്ച്ചപ്പം പിന്നെ കേക്കൊക്കെ ഉണ്ട്. കേക്കൊന്നുമില്ല. അതെന്നാ നെയ്വട. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന കേട്ടോ ഈ സാധനം. പക്ഷെ മധുരത്തിന്റെ ഇല്ല, നമ്മളെടുത്തില്ല. കണ്ണൂര്. എന്റെ പേരെന്ത്? ഷാനോസ്. ഷാനോസ്. സൽക്കരിക്കാൻ വേണ്ടി അസ്കൂൾക്ക് വാങ്ങിയതാണ്. അപ്പൊ ഞാൻ ആ പ്ലേറ്റിൽ കണ്ടു ഓര് എന്തായാലും ഫുള്ള് തിന്നിട്ടുണ്ടാവില്ല. ബാക്കി എടുത്തേ പിടിച്ചോന്ന് ബാക്കിയുള്ളത് കൂട്ടിലാക്കിയാണ് കൊണ്ടുവരാറ്. ആർക്കും കൊടുക്കാണ്ട് തിന്നുന്നു. നെയ്യപ്പം പിന്നെന്താ പഴംപൊരിയാ. പിന്നെ നെയ്വട ഒരു വെറൈറ്റി സംഭവം തന്നെ കേട്ടാ. ഇത് നമ്മളടുത്തില്ല ഇങ്ങനത്തത്. അപ്പോൾ നമ്മൾ ഹോം കെയറിലേക്ക് വന്നത് എന്ന് വെച്ചാൽ ഒരു നേരത്തെ ഫുഡ് കൊടുക്കാനും അതുപോലെ തന്നെ അവരോട് ഇരുന്ന് ഫുഡ് കഴിക്കാനും അങ്ങനെയുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ നമ്മൾ വന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതുപോലെ പോയിട്ടുണ്ടായിരുന്നു നമ്മളെ തല്ലുമാല ഗ്രൂപ്പിൽ നിന്ന്. പക്ഷേ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം പോകാൻ പറ്റിയത് കൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അന്ന് ഞാൻ ഒരുപാട് സന്തോഷിച്ച ദിവസമാണ്. അപ്പോൾ അങ്ങനെയുള്ളതാണ് കാര്യങ്ങൾ. പിന്നെ ആർക്കെങ്കിലും ഇതുപോലെ ഒരു നേരത്തെ ഫുഡ് കൊടുക്കാൻ ആഗ്രഹമുള്ളവർ ഇതുപോലെ ചാരിറ്റിയിലെല്ലാം കൊണ്ടുപോയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ല കാര്യം. നമ്മൾ ബർത്ത്ഡേക്കെല്ലാം ഇങ്ങനെ ഒരുപാട് ക്യാഷെല്ലാം ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാണ്ട് അനാവശ്യമായിട്ട് കളയുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് നല്ലത് നമുക്ക് ഒരു നേരത്തെ ഫുഡ് കൊടുത്ത് അവരെ വിശപ്പ് അകറ്റുന്നതല്ലേ നല്ലത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവരെയും കൂടെ ഒന്ന് ഓർക്കുക. ഇവിടെ അല്ലെങ്കിലും നമ്മൾ അടുത്തെവിടെയെങ്കിലും ഇതുപോലെ ഹോം കെയർ ഇങ്ങനെ വൃദ്ധസദനം ഉണ്ടെങ്കിൽ അവരുടെ കൂടെ പോയിരുന്നു ഒരു നേരത്തെ ഫുഡെല്ലാം കഴിച്ചിട്ട് അവരുടെ കൂടെ സന്തോഷത്തിൽ കഴിയാൻ നോക്കുക. അതാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. അങ്ങനെ നമ്മളിതാ എല്ലാവരോടും ഇങ്ങനെ സംസാരിക്കുക. എന്നിട്ട് അൻഷിപ്പ്, അതുപോലെ അൻവർ, ഷാനു, ഷീബിലി, അങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ഇതിൽ. നമ്മളെ തല്ലുമല ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയാനുള്ളതെന്ന് അറിയാം. നല്ല ഹൈക്കുള്ള ഗ്രൂപ്പാണ് കേട്ടോ. അവിടെ വലിയ യൂട്യൂബറൊന്നോ ചെറിയ യൂട്യൂബറൊന്നൊന്നും ഇല്ല, എല്ലാവരും ഒരുപോലെ. അങ്ങനെയാണ് കേട്ടോ അവിടുത്തെ സ്നേഹം. പിന്നെ തല്ലുമല ഗ്രൂപ്പ് തന്നെ എൻ്റെ മോൻ്റെ കല്യാണത്തിന് ഒരുപാട് ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷമായി എല്ലാവരും അങ്ങനെ വന്നത്. പക്ഷേ അവരൊന്നും നല്ല രീതിയിലൊന്നും പിന്നെ വർത്തമാനം പറയാനോ ഒന്നും അന്ന് എനിക്ക് പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അൻവർ ഷാനുവിനെല്ലാം കണ്ട എന്താണ് നല്ല സ്വഭാവമുള്ള വ്യക്തിയാണ് കേട്ടോ. അതുപോലെ അൻവർ ഷാനു മാത്രമല്ല നമ്മളെ ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് ആളുണ്ട്. അൻഷിഫ് ആയാലും അതുപോലെ ജംഷീർ ആയാലും അസ്കു ആയാലും നിബ്രാസ്, അങ്ങനെ ഒരുപാടുണ്ട്. നമ്മളെ ആഷിക്ക്, അങ്ങനെ എല്ലാം നല്ലൊരു ആങ്ങള പെങ്ങന്മാരെ പോലെയാണ് കേട്ടോ. അങ്ങനെ തന്നെ നമ്മളെല്ലാവരും കൂടെ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ. ചോറ് തിന്നതിന് ശേഷമാണ് അവിടെ ബാക്കിയുള്ള പരിപാടികൾ ഉണ്ടായത്. അപ്പോൾ നമുക്ക് വേഗം വരേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ 3:30 ആകുമ്പോൾ തന്നെ അവിടെ തിരിച്ച് വന്നതിന് ശേഷമാണ് അവിടെ ബാക്കിയുള്ള കലാപരിപാടികളെല്ലാം തുടങ്ങിയത്. അതൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല.
എങ്ങനെയുണ്ട് ചോറ്? ചോറ് വേറെ ടൈപ്പ്. വേറെ ടൈപ്പാ? നിങ്ങളവിടുത്തെ മാതിരിയല്ല? മാറ്റുണ്ടോ? മാറ്റുണ്ടല്ലേ? ടേസ്റ്റ് ഉണ്ടോ? ഇല്ലാന്ന് പറഞ്ഞാല് എല്ലാരും എടുത്തു കൊടുത്തേക്കണേ, ഓരോ വീഡിയോസ് ഇങ്ങനെ എടുത്തു കൊടുത്തേക്കണേ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇതാ ഇവിടെ അവർ പാർക്കുന്ന ചെറിയ ചെറിയ വീടാട്ടാ, നല്ല നല്ല ഒറ്റ വീടായിട്ടുണ്ട്. അവിടെ 2-3 ആളെല്ലാം അവിടെ താമസിക്കൽ. പിന്നെ എന്നെങ്കിൽ നമുക്ക് എന്ത് ആഘോഷം ഉണ്ടെങ്കിലും നമ്മൾ എത്ര അനാവശ്യമായിട്ട് പൈസ കളയുന്നു, നമുക്ക് അതിലുപരിയായിട്ട് നല്ല ഒരു നേരത്തെ ഫുഡെങ്കിലും ഇവർക്ക് വാങ്ങിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത്രക്കും ഉപകാരമുള്ള കാര്യമാണ് കേട്ടോ, നല്ല കൂലി കിട്ടുന്ന കാര്യമാണ്. ഇപ്പം നിങ്ങൾക്കും ബർത്ത്ഡേ പരിപാടി എന്തെങ്കിലും പരിപാടി ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഗൈസ് ഇത് നമ്മൾ അസൂറ ഫ്രം കണ്ണൂർ. അപ്പോൾ എല്ലാവരും ഇവരെ ചാനൽ സപ്പോർട്ട് ചെയ്തിട്ട് കേട്ടോ. ഞാൻ ഈ കല്യാണത്തിന് വേണ്ടിയല്ല, എൻ്റെ പേര് മുസ്തഫ മുത്തു ഫ്രം കൊയിലാണ്ടി. ഞാനൊരു കുഞ്ഞു യൂട്യൂബറാണ്, ഇതും ചെറിയ കുഞ്ഞു യൂട്യൂബറാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട്. ഇത് നമ്മുടെ ജസിയ ആഷിഖാണ് കേട്ടോ, അതെല്ലാവർക്കും അറിയുന്ന ഒരു മോനാണിത്. അപ്പോൾ ഓരിങ്ങനെ എൻ്റെ ചാനലിനെ പറ്റിയിട്ട് പറയാമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെ പറയുന്നതാണ്. അങ്ങനെ ഓനേലിങ്ങനെ അടുത്ത് എൻ്റെ മോൻ്റെ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഹാളിലേക്ക് എത്തിയിട്ട് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉസ്താദും അതുപോലെ അൻഷിഫ്, അൻവർ ഷാനും അങ്ങനെ ഓരോരാളെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ നിങ്ങളെ മുമ്പിൽ എത്തുന്നത്. അപ്പോൾ ഇവിടെ ഇതാ മുമ്പിൽ അവിടെയില്ല എല്ലാവരും ഉപ്പമാരും ഉമ്മമാരും അതുപോലെ കുട്ടികളെല്ലാം ഇരുന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് പിന്നെ അവരോട് കൂടുതൽ എനിക്ക് സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടൈം പാർത്തിട്ടാണ് വന്നത്, അതുപോലെ തന്നെ നേരത്തെ തന്നെ ഇറങ്ങുകയും ചെയ്ത് എനിക്ക് ഓരോരാളായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിട്ടില്ല. നമുക്ക് അവിടെ എത്താനും ഇതെല്ലാം പരിപാടിക്ക് പങ്കെടുക്കാനും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനും എല്ലാം കഴിഞ്ഞത് KL മലപ്പുറം കാരനാണ് കേട്ടോ. റെജിന എന്നാണ് അവളെ പേര്. KL മലപ്പുറം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പേരാണ്. അപ്പം നിങ്ങളെല്ലാവരും അവളെ വീഡിയോ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. അവളാണ് ഇതിൻ്റെ മുമ്പിൽ വന്നിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തത് കേട്ടോ. അതൊക്കെ സാധ്യമാകുമോ എന്ന് ചോദിക്കുമ്പോൾ സ്വദേശത്തും വിദേശത്തൊക്കെ നല്ലവരായ മനുഷ്യർ ജാതിയും മതവും നോക്കാതെ ദേശവും ഭാഷയും നോക്കാതെ കൈകോർത്തപ്പോൾ 44 കോടി കടന്ന ഒരു കഥയാണ് നമ്മൾക്ക് കേൾക്കാനിടയായത്. നമ്മുടെ പ്രിയങ്കരനായ സഹോദരൻ അർജുൻ അപകടത്തിൽപ്പെട്ട് മണ്ണിനടിയിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ എവിടെയോ ഉണ്ടെന്നറിയുമ്പോൾ 10 ദിനത്തോളമായി നെഞ്ചുരുകി നാം പ്രാർത്ഥിക്കുന്നുണ്ട്. ആ അമ്മയുടെ കണ്ണീരിന്, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സങ്കടത്തിന് ഒരു അറുതി ഉണ്ടാവണേ. ദൈവമേ, നീ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം നെഞ്ചേറ്റുന്ന അനേകായിരങ്ങളിലേക്ക് ഹിമായുള്ള കാരുണ്യ കേന്ദ്രത്തിന്റെ ആരാരുമില്ലാത്തവരും തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടവരും ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളാൽ ഒറ്റപ്പെട്ടവരുമായ നിരാലംബർക്ക് അഭയമേൽക്കാൻ ഹിമ heaven of intimacy and merciful atmosphere എന്നാണ് അതിന്റെ പ്രകാരം. ആരോഗ്യമില്ലാത്തവർക്ക് സ്നേഹത്തിന്റെയും പരിചരണത്തിന്റെയും ആഴമായിരിക്കുന്ന ഒരു കേന്ദ്രമാണ്. ആ അർത്ഥത്തിൽ ഈ സ്ഥാപനത്തെ കൂടുതൽ മനസ്സിലാക്കുകയും അതിന്റെ പ്രചാരകരും പ്രവർത്തകരുമായി വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ കുടുംബവും ബന്ധപ്പെട്ടവരൊക്കെ ഇവിടെ വന്നു ചേർന്ന് ഇവർക്ക് ഒരു ദിനത്തെ അന്നമെങ്കിലും ഇനി ആഘോഷങ്ങൾ വരുമ്പോൾ നമ്മളൊക്കെ കൂടുതൽ വിളയാടങ്ങളൊക്കെ വാങ്ങുമ്പോൾ പടച്ചോനെ എനിക്ക് ഇവയുടെ 100 പേർക്ക് ഇത് ഒരുക്കാൻ പറ്റില്ലെങ്കിൽ ഒരാൾക്കുള്ള ഒരു തുണി, ഒരു വസ്ത്രമെങ്കിലും അതുപോലെ അങ്ങനെ ചാനൽ ഉണ്ടാക്കി അവിടെ ഉണ്ടാക്കാൻ കാരണം വേറെ നല്ലൊരു ക്രൈസിന് വേണ്ടി തുടങ്ങിയതാണ്. അസുഖത്തിന്റെ ഒരു ക്യാൻസർ എന്നൊരു അസുഖം വന്നിട്ടും അവൾ ഇങ്ങനെ കുടിച്ചു നിന്നത് ഈ യൂട്യൂബ് എന്നൊരു മേഖലയിലാണ്. കാരണം അവള് അത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടും അവള് വേദനകൾ മറക്കാൻ ശ്രമിച്ചത് യൂട്യൂബിലൂടെയാണ്.
അവൾ ഉണ്ടാക്കിയ ഒരു സാമ്രാജ്യം എന്ന രീതിയിൽ ഞാൻ നിലനിർത്തിക്കൊണ്ടുള്ളത് മാത്രമാണ്. കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ യൂട്യൂബിൽ മൊമെന്റ് കിട്ടുക അല്ലെങ്കിൽ പരിപാടിയിൽ പങ്കെടുക്കുക. അപ്പൊ ഇങ്ങനൊരു വേദിയിൽ എനിക്ക് ഏറ്റവും വിഷമകരം എന്ന് പറഞ്ഞാൽ അവൾ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. പക്ഷെ എങ്കിൽ പോലും ഞാൻ അവൾക്ക് വേണ്ടി എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ നമുക്ക് അവൾക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ ഇനി നമുക്ക് പറ്റാം അത് ഞാൻ എന്നെ കൊണ്ട് പോലെ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് ഇവര് ആരും ഇല്ലാത്തവര് ആയിരുന്നില്ല. പക്ഷെ എന്താ പറയുക വിധി ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങളും വലിയ വിധിയാണ്. എല്ലാതും ഇല്ലാതാകുന്നതും ഉണ്ടാവുന്നതും വിധി കാരണമാണ്. അങ്ങനെ ഓരോ വലിയ വലിയ യൂട്യൂബറുകൾ ഇതാ വന്നിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പിന്നെ വേഗം തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എല്ലാവർക്കും മൊമെൻറ്റുകളുണ്ടായിരുന്നു. ആണ് നമ്മളെ കെ എൽ മലപ്പുറം എന്നിട്ടാണ് സംസാരിക്കുന്നത്. ഇതേപോലെ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ പ്രാർത്ഥിക്കുന്ന പോലെ യൂട്യൂബിന്റെ കുടുംബത്തിന് പ്രത്യേകം പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കണം. പിന്നെ അടുത്ത വർഷത്തെ പോലെ എല്ലാവരും ഉഷാറാക്കുന്നത് പരിപാടി നടത്താൻ കഴിയുമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാറ്. പറയാനില്ല. ഞാൻ ഭയങ്കര കിട്ടൊക്കെ പറയും. പക്ഷെ വൈകിട്ട് കൈമാറുന്നതിനുള്ള ആശങ്കയും അന്വേഷണത്തിനെയും ക്രിയാനുഭവത്തിനെയും വേദിച്ചിരിക്കുകയാണ്. പറയുന്ന ഒരു അത് ലഭിച്ച അനുഗ്രഹങ്ങളിൽ സംതൃപ്തരാകുക എന്നത് നമ്മളോട് പറയാൻ പറ്റില്ല. കാരണം നമ്മളൊക്കെ അപ്പോൾ നമ്മൾ വേഗം പോകുന്നു പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് തന്നൊരു മൊമെൻറ്റോ എനിക്ക് നിബ്രാസ് പൂങ്ങോട് വന്നിട്ടോ മൊമെൻറ്റ് തന്നത്. അപ്പോൾ നമുക്ക് ഈ മൊമെൻറ്റോ സമ്മാനിച്ചത് വണ്ടൂരുള്ള കാളിക്കാവ് റോഡിലെ ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഷോറൂം. ഇവിടെ നല്ല അടിപൊളി സെലക്ഷനും കളക്ഷനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വിവാഹ ആവശ്യങ്ങൾക്കും അല്ല വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കും പോകണ്ടെങ്കിൽ ഇവിടെ പോയാൽ നല്ല പണിക്കൂലി കുറവിൽ തന്നെ സാധനമെല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ അവിടുന്ന് ഇറങ്ങിയെന്ന് കേട്ടോ. നമ്മൾ 3:30 തന്നെ അവിടുന്ന് തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.